Okay, one more topic in this chapter, force and fundamental forces. Force and fundamental forces. What is force? കുഞ്ഞു ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. സെ പുഷ് ഓർ പുൾ എന്ന് പറഞ്ഞൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യാം. എന്താണ് കോസ് ഓഫ് ഫോഴ്സ്? ഫോഴ്സിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ടേ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് വേണം. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഫോഴ്സ് വേണം അല്ലേ? ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോഴ്സ് വേണം. പിന്നെന്താ പറയുക, നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് മാറ്റണമെങ്കിൽ ഫോഴ്സ് വേണം. ഇത് റെസ്റ്റിലിരിക്കുന്ന ബോഡിയെ മോഷനിലേക്ക് കൊണ്ടുവരാൻ ഫോഴ്സ് വേണം. മോഷനിലിരിക്കുന്ന ഒരു ബോഡിയെ റെസ്റ്റിൽ കൊണ്ടുവരാൻ ഫോഴ്സ് വേണം. മോഷനിലിരിക്കുന്ന ഒരു ബോഡിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ ഫോഴ്സ് വേണം. പിന്നെ നമ്മളെന്താ പറയുക, ഒരു ബോഡിയുടെ ഷേപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഫോഴ്സ് വേണം. ഇതൊക്കെയാണ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ ഫോഴ്സസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എനിവേ, നമുക്ക് ഫോഴ്സിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ദാറ്റ്സ് കാൾഡ് ഫണ്ടമെൻ്റൽ ഫോഴ്സ് ആൻഡ് ഡിറൈവ്ഡ് ഫോഴ്സ്. എന്താണ് ഫണ്ടമെൻ്റൽ ഫോഴ്സ്? ദാറ്റ്സ് ആക്ച്വലി ഒക്കറിങ് ഇൻ ദ നേച്ചർ. നേച്ചറിൽ ഒക്കർ ചെയ്യുന്ന, നേച്ചറിൽ നിലനിൽക്കുന്ന ഫോഴ്സസിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. We have four categories of fundamental forces. They are gravitational force, electromagnetic force, strong nuclear force and weak nuclear force. Gravitational force, electromagnetic force, strong nuclear force and weak nuclear force. These are the four fundamental forces. അപ്പോൾ നമുക്ക് എത്ര ഫണ്ടമെൻ്റൽ ഫോഴ്സ് എന്ന് വെച്ചാൽ 4 എണ്ണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. Then what is derived force? Actually derived force are derived from fundamental forces. അതിൻ്റെ എണ്ണം ചോദിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണമുണ്ട്. കാരണം ഈ ഫണ്ടമെൻ്റൽ ഫോഴ്സ് അല്ലാതെ ബാക്കി നമുക്ക് ഫീൽ ചെയ്യുന്ന എല്ലാ ഫോഴ്സും ഡിറൈവ്ഡ് ഫോഴ്സാണ്. ഇപ്പോൾ നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് പറയുന്നു, സ്പ്രിംഗ് ഫോഴ്സ് പറയുന്നു. ഫ്രിക്ഷണൽ ഫോഴ്സ് ആയാലും സ്പ്രിംഗ് ഫോഴ്സ് ആയാലും മസ്കുലർ ഫോഴ്സ് ആയാലും ഇതെല്ലാം നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്തിൻ്റെ അണ്ടറിലാണ്? വി ആർ ഓൾ ആർ കാറ്റഗറൈസ്ഡ് ആൻഡ് ഡിറൈവ്ഡ് ഫോഴ്സ്. സോ ഫോഴ്സ് ഈസ് കാറ്റഗറൈസ്ഡ് ഇൻ ടു ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആൻഡ് ഡിറൈവ്ഡ് ഫോഴ്സസ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആരെക്കുറിച്ചാണ്? ഫണ്ടമെൻ്റൽ ഫോഴ്സസിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഒരു എക്സ്പ്ലനേഷൻ. ഇത് ഓൾറെഡി നമ്മൾ ഈ ഓരോ ഫോഴ്സസും വരുന്ന ഓരോ ചാപ്റ്ററുകളിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കതിൻ്റെ ഒരു ഓവർവ്യൂ ഒന്ന് ഡിസ്കസ് ചെയ്യണം, അത്രയും മാത്രം. എന്താണ് ഫണ്ടമെൻ്റൽ ഫോഴ്സിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഫോഴ്സ് അല്ലേ? നമ്മൾ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഫോഴ്സ്. ദെൻ നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് എൻ ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. രണ്ട് മാസിനിടയിലുള്ള ഫോഴ്സിനെയാണ്, രണ്ട് മാസ് M1 M2 അതിനെ ഒരു സെപ്പറേഷനിൽ വെച്ചാൽ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നേരത്തെ ഒന്ന് എഴുതിയതാണ്. M1 M2 G(M1 M2) ഡിവൈഡഡ് ബൈ R². എന്ന് വെച്ചാൽ ഇത് ആക്ട് ചെയ്യുന്നത് ഈ മാസിൻ്റെ സെൻറ്ററിൽ നിന്ന് സെൻറ്ററിലേക്കായിരിക്കും. ഒരു സെൻട്രലിലൂടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും. അത് മാസിൻ്റെ പ്രോഡക്ട്സിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് വിളിക്കാറുണ്ട്. മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ രണ്ട് മാസിനിടയിൽ ഒരു ഫോഴ്സ് ഉണ്ട്, എഫ്. അത് എയർ. ഇപ്പോൾ രണ്ട് മാസം എടുത്ത് ഞാൻ എയറിൽ വെച്ച് അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ഇതേ രണ്ട് മാസം എടുത്ത് വെള്ളത്തിൽ വെച്ച് സെയിം ഫോഴ്സ് തന്നെ ഉണ്ട്. മീഡിയം വേണമെന്ന് നിർബന്ധമില്ല. കാര്യം എന്താ? എർത്തിനും സണ്ണിനും ഇടയിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. മൂണിനും എർത്തിനും ഇടയിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം മീഡിയം വേണമെന്ന് തന്നെ നിർബന്ധമില്ല. ആ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി വേറൊരു മാസത്തിൻ്റെ ഇടയ്ക്ക് വന്നെന്നും പറഞ്ഞതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ അതർ മാസസിന് എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ എന്തിൻ്റെ പ്രോപ്പർട്ടിയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ പ്രത്യേകതയാണ്. ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഔട്ട് ഓഫ് ദിസ് ഫോർ. ഇതിൻ്റെ പേര് വീക്ക് ഫോഴ്സ് എന്നാണ്. ബട്ട് ദ വീക്കസ്റ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വീക്ക് ഫോഴ്സിനേക്കാൾ വീക്ക് ഫോഴ്സാണ് ഗ്രാവിറ്റേഷൻ. ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ ദ വേൾഡ്. അതാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. Then what about electromagnetic force? That arises between two charges. ഇപ്പോൾ നമ്മളൊരു ചാർജ്, ഒരു പോസിറ്റീവ് ചാർജ്, ഒരു നെഗറ്റീവ് ചാർജ്, അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ്, അല്ലെങ്കിൽ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഇതിനിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ കൂളം ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാർജ് റെസ്റ്റിലാണെങ്കിൽ നമ്മളതിനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാണ് വിളിക്കുക. കാരണം അവിടെ ഇലക്ട്രിക് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഒരു ചാർജ് റെസ്റ്റിലിരിക്കുമ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ചാർജ് മൂവ് ചെയ്യുവാണെങ്കിൽ അവിടെ മാഗ്നറ്റിസവും കൂടെ വരും, മാഗ്നറ്റിക് എഫക്റ്റ് കൂടെ വരും. രണ്ടുകൂടെ നമ്മൾ യൂണിഫൈ ചെയ്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് അനദർ കാറ്റഗറി ഓഫ് ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ സ്ട്രോങ് ഫോഴ്സാണ്.
അതായത് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 എന്ന് എടുക്കാമെങ്കിൽ 10⁻36 ടൈംസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ ഏകദേശം 10⁻36 ടൈംസ് സ്ട്രോങ് ആണ് എന്നെന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിനും മീഡിയം വേണമെന്ന് നിർബന്ധമില്ല, ബട്ട് മീഡിയം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, 2 മാസ് എടുത്ത് എയറിൽ വെച്ച് അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, അതിനെടുത്ത് വെള്ളത്തിൽ വെച്ചാലും അതേ ഫോഴ്സ് തന്നെ ഉണ്ട്. മീഡിയം നിർബന്ധമില്ല, മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ 2 ചാർജ് എടുത്ത് വെച്ചെന്ന് വെച്ചു, അതിനിടെയുള്ള ഫോഴ്സ് 80 ന്യൂട്ടനാണെന്ന് വിചാരിക്കുക. അതേ 2 ചാർജ് എടുത്ത് വെള്ളത്തിൽ വെച്ചാൽ ആ ഫോഴ്സ് 1 ന്യൂട്ടനായിട്ട് മാറും. അത് എയറിൽ വെച്ചപ്പോൾ 80 ന്യൂട്ടനായിരുന്നു, വെള്ളത്തിൽ കൊണ്ടുവന്നിട്ടപ്പോൾ എത്രയായി മാറി? 1 ന്യൂട്ടനായിട്ട് മാറി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ മീഡിയം. പക്ഷേ മീഡിയം റിക്വേർഡ് അല്ല, കാരണം ഒരു ചാർജ് വെച്ചാൽ അതിൻ്റെ ഇലക്ട്രിക് ഫോഴ്സ് ഇൻഫിനിറ്റി വരെ ആക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ 2 ഫോഴ്സിനെയും കൂടെ ചേർത്ത് നമ്മൾ ലോങ് റേഞ്ച് ഫോഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ലോങ് റേഞ്ച് ഫോഴ്സ്, കാരണം നമ്മളൊരു പോയിന്റിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇൻഫിനിറ്റി വരെയാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. തിയററ്റിക്കലി നമ്മളങ്ങനെ പറയാം, ഇൻഫിനിറ്റി വരെ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷൻ ഫോഴ്സും. അത് രണ്ടും കൂടെ കളക്റ്റീവ്ലി വി കോൾ ഇറ്റ് ആസ് ലോങ് റേഞ്ച് ഫോഴ്സ് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഗ്രാവിറ്റേഷൻ എന്താ പറഞ്ഞത്? ദാറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ, ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. ബട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മേ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് എന്ന് വിളിക്കുക. അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്, കാരണം അവിടെ അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ട്, റിപ്പൾസീവ് ഫോഴ്സും ഉണ്ട്. ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് കൂടെയാണ് അട്രാക്റ്റീവ്, 2 പോസിറ്റീവ് ചാർജാണ് റിപ്പൾസീവ്. നമ്മൾ എന്താ പറയുക? ലൈക്ക് ചാർജസ് റിപ്പൾസ് ഈച്ച് അതർ, ബട്ട് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. സോ നമുക്കവിടെ ഒരു എന്താണ് ലൈക്ക് അട്രാക്റ്റീവ്നെസ്സും കാണാം, റിപ്പൾസീവ്നെസ്സും കാണാം. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. മൂന്നാമത്തെ എന്താണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. നാലാമത്തത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ആ പേര് തന്നെ നോക്കിയടാ, രണ്ടും ന്യൂക്ലിയസിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സാണ്. ന്യൂക്ലിയസിനകത്ത് അല്ലെ ന്യൂക്ലിയസുമായിട്ടിനകത്തുള്ള ഫോഴ്സിനെ കുറിച്ചാണ് പറയാം. അപ്പോൾ ഇവിടെ രണ്ടിടവും നമ്മൾ എന്താ പറഞ്ഞത്? ഇൻഫിനിറ്റി വരെ ആക്ട് ചെയ്യും, വൈഡ് റേഞ്ച് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ രണ്ടിനെയും കൂടെ നമ്മൾ പറയുന്നത് ഷോർട്ട് റേഞ്ച് എന്ന് പറയും. അപ്പോൾ ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ദാറ്റ്സ് അറൗണ്ട് 10⁻⁻15 മീറ്ററാണ് അതിൻ്റെ റേഞ്ച്. വളരെ ഷോർട്ട് റേഞ്ചിൽ ആക്ട് ചെയ്യത്തുള്ളൂ. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 10⁻⁻16 മീറ്ററാണ് അതിൻ്റെ റേഞ്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ വളരെ സ്മോൾ റേഞ്ചിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും. പേര് പോലെ തന്നെ ന്യൂക്ലിയസിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സാണ്. എന്താണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്? ദാറ്റ്സ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ. ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്. ആ ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ഇടയിലുള്ള ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വെച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകം ഒന്ന് ആലോചിച്ച് നോക്കിയേ, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് നമുക്കറിയാം, ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്നും നമുക്കറിയാം. അപ്പോൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളും ഒരു ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിളും തമ്മിലുള്ള ഫോഴ്സാണ് നമുക്ക് എന്ത് വെച്ച് ഡിഫൈൻ ചെയ്യുന്നത്? സ്ട്രോങ് ഫോഴ്സ് വെച്ച് ഡിഫൈൻ ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ചാർജ് ഇൻഡിപെൻഡൻറ്റ് ഫോഴ്സ്. ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്. അത് നമ്മൾ നേരത്തെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ ഒന്നായിട്ട് എടുക്കാമെങ്കിൽ ഇത് 10⁻36 വരുമെന്നല്ലേ, ഇത് ഏകദേശം 10⁻38 ടൈംസ് ദാറ്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആക്കി വെച്ചുകൊണ്ട് പറയുവാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് 10⁻36 ടൈംസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരുമെങ്കിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ദാറ്റ് വിൽ ബി 10⁻38 ടൈംസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയും. വൺ മോർ കേസ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സസ്. അതും ന്യൂക്ലിയസിനകത്തുള്ള ഫോഴ്സാണ്, അത് ന്യൂക്ലിയസിനകത്ത് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫോഴ്സാണ്. പക്ഷേ അതിന് റോളുള്ളത് ദാറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ റേഡിയോ ആക്റ്റീവ് ഡീക്കേയിങ്. നമ്മുടെ ആൽഫ എമിഷൻ, ബീറ്റ എമിഷൻ അങ്ങനെയുള്ള പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ഫോഴ്സാണ് എന്ന് പറയുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. എന്ന് വെച്ചാൽ ന്യൂക്ലിയർ ഫോഴ്സിലെ വീക്ക് ഫോഴ്സാണേ ഉള്ളൂ. വീക്കസ്റ്റ് ഫോഴ്സ് ഏതാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മൾ അതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് അറൗണ്ട് 10⁻32 ടൈംസ് ദാറ്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫോഴ്സിൻ്റെ റേഞ്ചും ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഒരു ഐഡിയ കിട്ടിയാലോ. ഇതാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫോഴ്സസ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ്. ഈ 4 കാറ്റഗറി വരുന്നതാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തീർന്നു. ഞാൻ ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഒരു ചെറിയ ചാപ്റ്ററാണ്, ഒരു ബേസിക്. അതിനകത്ത് എന്താ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്ത്? ഫിസിക്സിലെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഫിസിക്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, സ്കോപ്പ് ഓഫ് ഫിസിക്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ. സ്കോപ്പ് ഓഫ് ഫിസിക്സിനകത്ത് അതുമായിട്ട് റിലേറ്റഡ് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഡിഫറെൻറ്റ് ഡൊമൈൻസ് ഡിഫൈൻ ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്തു.
പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിൻ്റെ ഈ സ്കോപ്പ്, അതുമായിട്ട് ടെക്നോളജി ആയിട്ടുള്ള റിലേഷൻസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, കുറേ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്സ് ജസ്റ്റ് ഡിഫൈൻ ചെയ്യാം. ദാറ്റ്സ് ഓൾ വിത്ത് ദിസ് ചാപ്റ്റർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി.